ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചന്ന മസാല ഉണ്ടാക്കും, അതുപോലെ തന്നെ അതുകൊണ്ട് മെഴുക്ക് പുരട്ടിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസാണ് ചന്ന വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മളിത് വെച്ചിട്ടൊരു വെള്ള കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അപ്പം, അതുപോലെ ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ രാത്രിയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ വെള്ളക്കടല വെച്ചുള്ള സിമ്പിളായിട്ടുള്ള ഒരു കുറുമ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഹാഫ് കപ്പ് വൈറ്റ് ചന എടുത്തിട്ട് തലേദിവസം തന്നെ നന്നായി വാഷ് ചെയ്ത് സോക്ക് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തതാണ് കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്. കാരണം ഈ കടലയ്ക്ക് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള കടലയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ അതൊരു 5-6 വിസിലടിച്ചാലാണ് ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് സെപ്പറേറ്റ് വേവിച്ചത്. ചില ഇങ്ങനത്തെ കടലയ്ക്ക് അധികം വേവ് ഉണ്ടാവില്ല, 2-3 വിസിലിൽ തന്നെ അത് വെന്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതും നമ്മളുടെ പൊട്ടറ്റോയും അതുപോലെ ക്യാരറ്റും ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇത് വേവ് കൂടുതലുള്ള കാരണം സെപ്പറേറ്റ് വേവിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും, അതായത് പൊട്ടറ്റോയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിച്ചത്. നിങ്ങൾക്ക് വേവ് കുറവാണെങ്കിൽ ഒരുമിച്ച് വേവിക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് ഒരു സവോളയും ഒരു 5 പച്ചമുളകും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ഇങ്ങനെയാട്ടോ. ഇതിൻ്റെ ഒരു ചതുര പീസായിട്ടാണ്, ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ക്യാരറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കപ്പോൾ ആ കഷ്ണം വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇതിനങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്. ഇതിപ്പോൾ ഒരു എണ്ണം കണക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു 12-13 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പെരിഞ്ജീരകവും കാഷ്യൂനട്ടും മാത്രം ഒരുമിച്ച് അരച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് ഈ കുറുമയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അരച്ചാണ് എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കിയതിന് ശേഷം ഇനി ഞാൻ പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 4 കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, കുറച്ച് ഒരു 5-6 കുരുമുളക്, പിന്നെ ഒരു 3 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവോളയില്ലേ, ഒരു സവോള അതൊന്ന് നീളത്തിലരിഞ്ഞത്, കനം കുറച്ചരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു 5 പച്ചമുളക് നടുകെ പിളർന്നത്, പിന്നെ കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള നമുക്ക് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നാൽ മതി. ഇപ്പം നമ്മൾ കുറുമയല്ലേ ഉണ്ടാക്കുന്നത്. കുറുമയ്ക്ക് നല്ല വെള്ള കളറ് കിട്ടണമെങ്കിൽ സവോള ഇങ്ങനെ കളറ് മാറാതെ ഇരിക്കണം. കളറ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം കറിയുടെ കളറങ്ങ് മാറിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറുമയായിട്ട് ഞാൻ നല്ല വൈറ്റ് കളറിലുള്ള കുറുമയായിട്ടാണ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് വൈറ്റായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി രാത്രി നമ്മൾ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലർക്ക് ഇങ്ങനെ വൈറ്റ് കളറിലുള്ള കറിയൊന്നും രാത്രി കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്ന് ട്രാൻസ്പാരൻ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ ചേഞ്ച് ഒന്ന് ചെറുതായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളറിലേക്ക് വരും. കുറുമ തന്നെയാണെങ്കിലും അതിന് കളർ ഡിഫറൻസ് നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് പ്യുവർ വൈറ്റായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
ഇതാ ഇപ്പം നമ്മളെ സവോള ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്പാരൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ ഞാനൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനിയിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കുകയാണെങ്കിൽ ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാൾ അതാണ് നല്ലത്. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടലയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മളെ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി വേവിച്ചതും ഇട്ട് കൊടുക്കാം. ആ വെള്ളമടക്കം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലുള്ള നമ്മൾ ഇട്ട് കൊടുത്ത ആ ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോയും എല്ലാം അതിലത്തെ വെള്ളമൊക്കെ കൂടെ ഈ സവോളയുടെ കൂടെ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീയൊന്ന് കുറയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മിക്സി കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് എത്രയാണോ നിങ്ങൾക്ക് ഈ കുറുമയ്ക്ക് വെള്ളം ആവശ്യമുള്ളത് അത്ര ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് കുറുകി പോകാതെയും അതുപോലെ തന്നെ വെള്ളം കൂടുതലായിട്ട് വരാതിരിക്കുന്നതായിരിക്കും ഒരു കുറുമയ്ക്ക് നല്ലത്. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ കുറുമയ്ക്ക് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയും മതിയാവും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിന് ശേഷം എപ്പോഴും കുറുമയ്ക്ക് ഒരല്പം മധുര ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. പക്ഷേ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു വേറെ ലെവലാവും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു അല്പം വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പഞ്ചസാര ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വിനെഗർ ചേർക്കുമ്പോൾ അതിൻ്റെ ആ കംപ്ലീറ്റ് ടേസ്റ്റ് ബാലൻസ് അപ്പോഴാണ് വരിക. അപ്പോൾ നമ്മളുടെ അടിപൊളി വൈറ്റ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളറിൽ മാറ്റി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി അത് മൂപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൻ.